ഉറപ്പീനുള്ള പരിപ്പൂടെയും ചായ ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പരിപ്പോടിയാണ്. ഒരു 250 ഗ്രാമോളം വടപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഒരു 2-3 മണിക്കൂറോളം നമ്മളതിനെ വെള്ളത്തിൽ സൂക്ക് ചെയ്യാനിട്ടു. അതിനുശേഷം നമ്മളതിലേക്ക് മസാല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഉണക്കമുളക് മുഴുവനോടുള്ള ഒരു 5 പീസ് ഇട്ട് കൊടുത്തു. അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തു. പച്ചമുളക് 2 പീസ് ഇട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പ്, കാശ്മീരി മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. ചെറുപുള്ളി നമ്മളൊരു 10 പീസ്, സവോള ഒരു സവോള അല്ലെങ്കിൽ അര സവോള മതി. അതിലേക്ക് ജീരകം, സാധാ ജീരകം കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ ഓരോന്നായിട്ട് ആദ്യം തന്നെ ഹോളായിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ആദ്യം മിക്സിയുടെ ജാറിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മാത്രമാണ് ശരിക്കും ക്രഷ് ആവേണ്ടത്. വടപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. വെറുതെ ചുറ്റിച്ചെടുക്കുക 2-3 തവണയായിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പരുവത്തിൽ ഹോളായിട്ടും ചിലത് പൊടിഞ്ഞും കിട്ടും. ഈ ഒരു പരുവത്തിൽ നമ്മളിതിനെടുത്ത് മാറ്റുക. ശരിക്കും നല്ല രീതിയിൽ കൈ വാഷ് ചെയ്തിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കൈ ഒട്ടിപ്പിടിച്ചതിന് ഷേപ്പ് കിട്ടില്ല. ഈ ബോൾ പിടിക്കുമ്പോൾ ബോൾ തന്നെ കറക്റ്റായിട്ട് കിട്ടിയാൽ നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ പരിപ്പോടെ കിട്ടും. ബോൾ നല്ല ടൈറ്റായിട്ട് തന്നെ എടുത്ത് വയ്ക്കുക. അതിൻ്റെ സൈഡ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. സൈഡ് ഒട്ടും വിട്ടുപോവാതെ നല്ല ഭംഗിയിൽ വേണം ഇടാൻ. ഫയർ ഒട്ടും കൂടരുത്. നമ്മൾ സമോസയൊക്കെ ഫ്രൈ ചെയ്യുന്ന ആ ഒരു ലെവലിൽ വേണം ഫ്രൈ ചെയ്യാൻ. ഓയിൽ പതുക്കെ ചൂടായി വരുന്നതനുസരിച്ച് വേണം വട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതെല്ലാം റൗണ്ട് പിടിച്ച് വെച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ചൂടായ ഓയിലിലേക്ക് ഇടുമ്പോൾ ആ ഒരു ഇതെല്ലാം പക്കയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ വേവാനായിട്ടൊരു 10-15 മിനിറ്റോളം എടുക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ഫയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പുറം ഭാഗം മാത്രം കരിഞ്ഞിരിക്കും. ഓരോരോ പീസായിട്ട് നമ്മൾ വളരെ പതുക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്രൈ ചെയ്ത് പരിപ്പോടെ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മുടെ തട്ടുകടയിലേക്ക് കിട്ടുന്ന പരിപ്പോടെ ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ചില ഇൻഗ്രീഡിയൻസിൽ മാറ്റം ഉണ്ടാവും. ചില ആൾക്കാർ കുരുമുളകൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ജീരകം മാത്രം ഇട്ടിട്ടാണ് അതിൽ ബാക്കി അഡീഷണൽ ചെയ്തിരിക്കുന്ന ഫ്ലേവർ. ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഇത് ക്രഷ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ ഒട്ടും കൂടുതലാവാതെ തന്നെ ചെയ്യണം. കൂടുതലായി കഴിഞ്ഞാൽ വെള്ളം കെട്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പ് കിട്ടില്ല. കുറച്ചും ആവാൻ പാടില്ല, കൂടുതലാവാൻ പാടില്ല. അത് ശരിക്കും നമ്മൾ ആ ഓരോ തവണ അടിക്കുമ്പോഴും പരിപ്പ് ഓരോന്ന് കാണുന്ന രീതിയിൽ തന്നെ വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് അടിക്കുമ്പോൾ ശരിക്കും ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിൻ്റെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ക്രഷ് ചെയ്യുന്ന ഭാഗം മാത്രമാണ്.